ഹലോ കൂട്ടുകാരെ, നമസ്കാരം. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മാർച്ച് 19 തീയതിയാണ്, അതായത് ഔസേപ്പിതാവിന്റെ മരണ ദിവസം, തിരുനാളാഘോഷം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഊണ് കഴിക്കാൻ വേണ്ടി പോണത് ഞങ്ങൾ വഴിയെ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ എന്റെ മോനെ ഇന്ന് എക്സാം ഉണ്ട്. അപ്പൊ ഉച്ചയ്ക്കാണ് എക്സാം. മോക്ക് ഇന്ന് എക്സാം ഇല്ല. അപ്പൊ അതിന് നേരത്തെ സദ്യ കഴിക്കാനായിട്ട് അവന് പറ്റൂല. അപ്പൊ അത് കാരണം സോണി കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് നേരത്തെ സദ്യ കൊടുത്തിട്ടാണ് അവന് സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി പോണത്. സോണി വന്നിട്ടില്ല. സോണി വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. കുഞ്ഞിന് ഡ്രസ്സൊക്കെ വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. അപ്പോ ഗൈസ്, ഞങ്ങള് നേരത്തെ സദ്യ കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഔസേപ്പിതാവിന്റെ ചെറിയൊരു ചാപ്പൽ വരെ ചെയ്തിട്ടുണ്ട്. അവിടെയാണ്, ചാപ്പൽ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഇതുപോലെ അവിടെയാണ് ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഔസേപ്പിതാവിനെ നേർച്ചയൊക്കെ ഇട്ട് സദ്യ കഴിക്കാൻ വേണ്ടി എല്ലാവരും ക്യൂ നിൽക്കുന്നതാണ്. വെച്ചാൽ ഒരു വീടിന്റെ അകത്താണ് സെറ്റ് ചെയ്തേക്കണെന്ന് വെച്ചാൽ അവിടുത്തെ പറമ്പിലാണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇത് കാണുന്നത്. പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്തടുത്ത് നിന്ന് എല്ലാ സ്ഥലത്തും നേരത്തെ സദ്യ ഉള്ള കാരണം എവിടെ വേണേലും നമുക്ക് പോയി കഴിക്കാം. അപ്പോൾ ആദ്യം തന്നെ ടീനയും പിള്ളേരും കൂടെ പോയി ക്യൂല് ചെന്ന്, പിള്ളേരെന്ന് വെച്ചാൽ മോൻ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ സദ്യ കഴിച്ചിട്ട് നേരെ എക്സാം എഴുതാൻ വേണ്ടി കൊണ്ടാക്കി. അപ്പൊ ഞാനും ടീനയും മോളുമാണ് പോയത്. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചു. എല്ലാം ബുഫേ മോഡലായിരുന്നു. ഇത്രയും തിരക്കുള്ള കാരണം പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് മാറണമല്ലോ. അതുകൊണ്ട് പ്ലേറ്റിനകത്ത് തന്നെ ഫുഡും, അതായത് ചോറും കറിയും പിന്നെ ഗ്ലാസ്സിനകത്ത് പായസവും, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. നേരത്തേക്ക് അങ്ങനെ ഇല്ലായിരുന്നു. നേരത്തെ സാധാരണ സദ്യ കഴിക്കുന്നവരെ വാഴയിലേക്ക് ഇട്ട് അതിനകത്ത് ടേബിളിലായിരുന്നു ചെയ്തിട്ടുണ്ടെന്ന് വെച്ചത്. അപ്പോൾ തിരക്കും ടൈമും ഒരുപാട് എടുക്കുന്നത് കാരണം അങ്ങനെയൊക്കെ ചെയ്താൽ ശരിയാവൂലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ കടയിൽ പോയി മോക്ക് ഡ്രസ്സ് എടുത്തു. ഡ്രസ് എടുത്തു. കണ്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറട്ടെ, അത് ഡ്രസ് കാണിച്ചു തരാം. മാത്രമേ പറയാനുള്ള ഏത് നേരം നോക്കിയാലും സുഖാണ്. അപ്പൊ നേരത്തെ ഡ്രസ് എടുക്കാൻ വേണ്ടി പോണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ നിന്ന് എടുക്കണ കാണിക്കാൻ പറ്റിയില്ല കുഞ്ഞസിന്റെ. അപ്പൊ എടുക്കാൻ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നില്ല, അവന് ട്യൂഷൻ ഉണ്ടായിരുന്നു. അവനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പൊ അതിന് വേണ്ടി അവന് ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അവനൊരു ജീൻസ് എടുത്തായിരുന്നു. അവനമ്മ അങ്ങനത്തെ ഒരു ജീൻസ് അവന്, എന്നാലും അവന് സങ്കടം, നീ വേണമെന്നും പറഞ്ഞ സങ്കടം. അതാണ് അത് കാരണം അവന്റെ ആദ്യം എടുത്ത് കാണിക്കുന്നത്. അവൻ വരാത്തോണ്ട് അവനെയാണ് ആദ്യം എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചില യൂണിഫോമത്തിന്റെ കാര്യം കൂടി ചോദിക്കണം ഓർമ്മ. അതും അവിടെ തന്നെ ഉണ്ടായിരുന്നു. കൊള്ളാമോ? പിങ്ക്, പെൺകൊച്ചിങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പിങ്ക്. അപ്പൊ കൊറേ ഡ്രസ്സൊക്കെ ലാസ്റ്റാണ് പിങ്ക് എടുത്തത്. അപ്പൊ വേറെ ഒന്നും വേണ്ട, പിന്നെ കണ്ടത് ഇത് തന്നെ മതി എന്ന് പറഞ്ഞു, പിങ്ക് മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇട്ടിട്ട് കൊള്ളാം, രസം ഉണ്ടായിരുന്നത് ഇട്ടിട്ട് കാണാനായിട്ട്. ആണോ? ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിങ്ക് ഇഷ്ടപ്പെട്ടോളും. പിന്നെ വേറെ ഒന്നും എടുത്ത് രണ്ടെണ്ണം എടുത്ത്. പിന്നെ ഇതിന്റെ തന്നെ പിങ്ക് ആയിരുന്നു വന്നത്. അപ്പൊ രണ്ടും കൂടി പിങ്ക് ആയിട്ട് ശരിയാവൂലല്ലോ. അത് കാരണം അത് പിങ്ക് മാറ്റിയിട്ട് ഗ്രീൻ ആയിട്ടുള്ളത് എടുത്ത് ഇട്ടിട്ട് കൊള്ളാം. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പൊ അടുത്ത വിശേഷമായി വീണ്ടും കാണാം.